പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ലിൻഡ. ഞാൻ ബൈബിൾ മാരത്തോണിൽ വായിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബൈബിൾ മാരത്തോണിൽ അനേക അനുഗ്രഹങ്ങൾ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എനിക്ക് ലഭിച്ചു. അത് പറയാനാണ് ഈ സാക്ഷ്യം ഇടുന്നത്. കഴിഞ്ഞ ബൈബിൾ മാരത്തോൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ബൈബിൾ റീഡിങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ചേട്ടനൊരു സ്ഥല കച്ചവടം ശരിയായി ടോക്കൺ മണി കൊടുത്തു. ഇന്നാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് 10-30 വർഷത്തോളം ഒരു സ്ഥലം വാങ്ങിക്കാനും വീടിനും വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നടക്കുന്ന വ്യക്തികളായിരുന്നു. ആ ഒരു തടസ്സം ദൈവം നീക്കി തന്നു. പിന്നെ ഞങ്ങളുടെ മകനൊരു വിവാഹത്തിൻ്റെ ഒരു ഹാള് ലഭിക്കാനായിട്ട് ഞങ്ങൾ നോക്കി നടക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ അത് സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അത് അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരു നാത്തൂൻ ഗൾഫിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, മോളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും പെട്ടെന്ന് പ്രീപോൺ ചെയ്ത് അത് വേഗം അവർ ദുബായിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് യുദ്ധത്തിൻ്റെ എല്ലാ ഫ്ലൈറ്റും ഇതും ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിപ്പോയത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ദൈവം മുന്നേ അറിഞ്ഞ് അത് പ്രീപോൺ ചെയ്ത് ആളവിടെ എത്തിച്ചു, മകളുടെ അടുത്ത്. അങ്ങനെ ഭൗതികമായിട്ട് കുറേ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു. പിന്നെ വീണ്ടും ആത്മീയമായിട്ട് കുറേ വെളിപ്പെടുത്തലുകളും ദൈവം വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഈ മുകളിലത്തെ ബൈബിൾ കോട്ടിങ് എനിക്ക് അവസാനം കിട്ടിയതാണ്, ബൈബിൾ വചനം. അപ്പോൾ എനിക്ക് വായിക്കാൻ കിട്ടിയത് ലേവ്യരുടെ പുസ്തകത്തിൽ കുറേ ശുദ്ധീകരണങ്ങളെ പറ്റിയായിരുന്നു. കേൾക്കാൻ നമുക്ക് അത്ര ഇഷ്ടമൊന്നും തോന്നുന്നില്ലായിരുന്നു അത് കേട്ടപ്പോൾ. ത്വക്ക് രോഗത്തിൻ്റെ വിശദീകരണം, ത്വക്കിൻ്റെ വിശുദ്ധി, ദേഹത്തിൻ്റെ ശുദ്ധി, കുഷ്ഠം വരുന്ന ഭാഗങ്ങൾ, കുഷ്ഠത്തിന് ശുദ്ധി വരുത്തേണ്ട കാര്യങ്ങൾ, അങ്ങനെ ശുദ്ധീകരണത്തിൻ്റെ മേഖലകൾ, ഭവനത്തിന് ശുദ്ധി, പിന്നെ അങ്ങനെ ഒരു ശുദ്ധീകരണം. പിന്നെ പ്രഭാഷകരിലും ശുദ്ധീകരണം, നമുക്ക് ജീവിക്കേണ്ട നിയമങ്ങളും കുറേ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അവസാനം എടുത്തപ്പോൾ കിട്ടിയത് വചനമാണ് ഈ വചനം. അപ്പോൾ വീണ്ടും അതിൽ പറയുന്നുണ്ട്, സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ, ന്യായവിധിയുടെ തീക്കാറ്റയച്ച കർത്താവ് മാലിന്യങ്ങൾ, ജെറുസലേമിൻ്റെ രക്തക്കറകൾ തുടച്ചു മാറ്റുന്നു. അപ്പോൾ നമ്മളെ ശുദ്ധീകരണത്തിലൂടെ ആ വചനങ്ങൾ തന്ന് നമ്മളെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് കർത്താവ് ആ രക്തക്കറകളും തുടച്ചു മാറ്റുന്ന വചനഭാഗം തന്നെ വീണ്ടും കിട്ടിയത്. അപ്പോൾ ദൈവം നമ്മൾ ഒരുക്കിയായിരുന്നു. അപ്പോഴാണ് ആ മക്കൾ വിശുദ്ധരെന്ന് പറയുന്നതും. പിന്നെ മുകളിൽ പകൽ മേഘസ്തംഭവും അഗ്നി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും. കർത്താവിൻ്റെ മഹത്വം അപ്പോഴാണ് നമ്മളിൽ നിലനിൽക്കുക എന്നുള്ളത് എന്നെ വചനത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ഇത്രയും തന്ന ദൈവത്തിന് 1000 നന്ദി. ആത്മീയമായിട്ട് നമ്മളെ വളർത്തുന്ന ദൈവത്തിന് 1000 നന്ദി. ഭൗതിക കാര്യങ്ങളിലും നമ്മളോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.